ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനി ഹാളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി ചായയായിട്ട് നേരെ ദേവയാനിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ചായ ദേവയാനിക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം മീനാക്ഷി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ട് നോക്കുമ്പോൾ, എന്താ മീനാക്ഷി നീ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അതല്ല, എനിക്ക് കുറച്ച് അഡ്വാൻസായിട്ട് കുറച്ച് പൈസ വേണമായിരുന്നു, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ഏത് നേരം നോക്കിയാലും അഡ്വാൻസ് വാങ്ങലാണല്ലോ പണി. അഡ്വാൻസ് വാങ്ങിച്ച് ഇപ്പോൾ നീ ഇങ്ങോട്ട് പൈസ തരേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നീയേ വരവിനനുസരിച്ച് ചിലവ് നോക്കിയിട്ട് ജീവിക്കാനായിട്ട് പഠിക്കണം. ഇല്ലാത്തവരൊക്കെ അങ്ങനെയാണ്. നമുക്ക് എത്ര കിട്ടുന്നുണ്ടോ അതിനേക്കാളും കുറവ് വേണം നമുക്ക് ജീവിതത്തിൽ ചിലവാക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് ദേവയാനി മീനാക്ഷിയെ ചീത്ത പറയുകയാണ്. എപ്പോഴും നിനക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാനൊന്നും ഇവിടെയൊന്നും അഡ്വാൻസ് ഒന്നും ഇല്ല എന്ന് പറയുകയാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, നീ പോയി നിൻ്റെ പണികളൊക്കെ നോക്കുന്നു പറയുകയാണ് ദേവയാനി. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജലജ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മീനാക്ഷിയാണെന്നുണ്ടെങ്കിൽ വിഷമത്തിൽ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നാലെ തന്നെ നമ്മുടെ ദേവയാനിയെ കുറ്റം പറയാനായിട്ട് ജലജയും ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ജലജ മനസ്സിലാലോചിക്കുകയാണ്, എന്തായാലും നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഇപ്പോൾ ദേവയാനി വേണ്ടാന്ന് പറഞ്ഞ കാര്യം നയനനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തല്ലൂട്ടം അടുത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് ജലജ മനസ്സിലാലോചിക്കുകയാണ്. അങ്ങനെ നേരെ മീനാക്ഷിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, നീ പൈസ അഡ്വാൻസ് വേണമെന്ന് ചോദിച്ചായിരുന്നോ ദേവയാനിയോടൊന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ, വീട്ടിൽ കുറച്ച് ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനായിട്ടുള്ള അഡ്വാൻസ് ഞാൻ ചോദിച്ചാണ്. അപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിനക്കെന്താ ബോധമില്ലേ, നീ ഇവിടെ എത്ര നാളായി ജീവിക്കാനായിട്ട് തുടങ്ങിയത്? ദേവയാനി എന്നൊക്കെ പറയുന്നത് ജനിച്ചപ്പോഴേ കാശുള്ള വീട്ടിൽ ജനിച്ചതാണ് അവർക്ക്, അതുകൊണ്ട് കാശിൻ്റെ വിലയൊന്നും അറിയില്ല. നീ ഇപ്പം നിൻ്റെ വിഷമം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവാനും പോകുന്നില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ വളർന്നു വന്നിട്ട് ഇപ്പോഴുള്ള ആൾക്കാരോട് വേണം നിൻ്റെ വിഷമം പോയി പറയാനായിട്ട്, എന്നാലല്ലേ നീ ചോദിച്ചാൽ നിനക്ക് പൈസ കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് തരില്ല എന്ന് പറഞ്ഞല്ലോ, ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറയാണ്. അല്ല, നിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, നയനയോട് പോയി പറയുക. അവൾ കാണുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും, അപ്പോൾ നിനക്ക് പൈസയും തരുമെന്ന് പറയാണ്. ഞാനെങ്ങനെ പോയിട്ട് നയന മോളോട് പൈസ ചോദിക്കുക? അതെങ്ങാനും ദേവയാനി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയില്ലേ ഇനി പ്രശ്നത്തിനെന്ന് പറയാണ്. അപ്പോൾ നീ ആരും അറിയാതെ പോയിട്ട് നയനയോട് ചോദിക്കുക, അവൾ എന്തായാലും നിന്നെ സഹായിക്കുമെന്ന് പറയാണ്. അങ്ങനെ ഒരു ഐഡിയ കൊടുക്കുകയാണ് ജലജ നമ്മുടെ മീനാക്ഷിക്ക്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളത് നിന്നോട് പറഞ്ഞു, ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ അനിക്കുള്ള ചായയുമായിട്ട് നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവനുടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയന ചെന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്, എന്താ കവി ഇരുന്ന് അനാമികയെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ, എന്താ ഇടത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ അനാമിക ഉണ്ടല്ലോ ആലോചിക്കാനൊക്കെ ആയിട്ട്, ആൾ നല്ല കുട്ടിയാന്ന് പറയുന്നുണ്ട്. അവൾ നല്ല കുട്ടി തന്നെയാണെന്ന് ഞാനും പറഞ്ഞത്, വേറെ ഞാൻ മാറ്റിയൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അനിയനും നല്ല കുട്ടിയാണ്, അപ്പോൾ നല്ല കുട്ടിയും തമ്മിൽ കല്യാണം കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് പറയണം. എൻ്റെ ഇടത്തി അവൾക്ക് എന്നോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന് പറയുകയാണ് അനി. അപ്പോൾ പറയുന്നുണ്ട്, നീ ഈ ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോവുകയാണ് നയന. അപ്പോൾ അടുക്കളയിൽ ചെന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മീനാക്ഷി വരുന്നത്. അപ്പോൾ മീനാക്ഷി വന്നിട്ട് പറയുന്നുണ്ട്, നയന മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപ വേണമായിരുന്നു. കടക്കാരൻ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എങ്ങനെ എനിക്ക് ആ പൈസ വാങ്ങിച്ചിട്ട് അയാൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യം അറിയില്ല, അതുകൊണ്ട് എനിക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ വേണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അയ്യോ മീനാക്ഷി ചേച്ചി, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. മോളെ, എങ്ങനെയെങ്കിലും എന്ന് തരാനായിട്ട് നോക്കണം, എൻ്റെ വീട്ടിലത്തെ അവസ്ഥ അത്രയ്ക്ക് മോശമായതുകൊണ്ടാണ് മോളോട് അഡ്വാൻസ് ചോദിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, മീനാക്ഷി ചേച്ചി, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, പക്ഷേ ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കട്ടെ, അങ്ങനെ വീട്ടിലെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആദർശേട്ടൻ തരാണെന്നുണ്ടെങ്കിൽ ഞാൻ മീനാക്ഷി ചേച്ചി കൊണ്ടുവന്ന് തരാമെന്ന് പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജലജ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ മനസ്സിലാലോചിക്കുന്നുണ്ട്, നീ ചെന്നിട്ട് ആദർശിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മീനാക്ഷിക്ക് കൊണ്ടുപോയി കൊടുക്കുക, ബാക്കി ഇവിടെ എന്ത് പുകിലുണ്ടാക്കണ്ടേന്നുള്ള കാര്യം എനിക്കറിയാം, ഞാനതിൽ പിടിച്ചിട്ട് മണ്ണെണ്ണയും പെട്രോളും കൂടി ഒഴിച്ചിട്ട്
തീ കൊളുത്തി വിടും, ഇവിടെ ആളിക്കത്തട്ടെ എന്ന് ജലജ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. നയനയാണെന്നുണ്ടെങ്കിൽ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട്, ആദർശേട്ട എനിക്ക് ആദർശേട്ടനോട് ഒരു സഹായം ചോദിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്താ കാര്യം നീ പറയുമെന്ന് പറയുമ്പോൾ മീനാക്ഷി ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ആൾക്ക് കടക്കാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കാൻ മടിയായിട്ടാണ്, പക്ഷെ അവസ്ഥ കൊണ്ട് ചോദിച്ചു പോയത് എൻ്റെ അടുത്തെന്ന് പറയാണ്. അതിനെന്തിനാ നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? നിനക്ക് കബോർഡിലല്ലേ പൈസ വെച്ചാൽ നിൽക്കുന്നത്, നിൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് പറയാണ്. അതല്ല, എന്നാലും ആദർശനോട് ചോദിച്ചിട്ട് വേണമല്ലോ ചെയ്യാനായിട്ടെന്ന് പറയാണ്. എന്താ ഇപ്പോൾ നിനക്ക് വേണ്ടത്? അതിൽ നിന്ന് 10,000 രൂപയല്ലേ, നീ അതിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് ആദർശ് നയനയോട് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പം മീനാക്ഷി ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. കാരണം മക്കളുടെ ഫീസ് എല്ലാം കൊടുക്കുന്നത് ആദർശേട്ടനാണ്. അതുകൂടാതെ അഡ്വാൻസ് ആയിട്ട് 10,000 രൂപയും കൂടി ചോദിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഇതിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പം എന്താ നിങ്ങൾക്ക് ആസനമൊന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ യോഗയൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അല്ല അത് 2 നേരം ചെയ്താൽ മാത്രമേ അതിനോടൊരു ഗുണം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കി പോവാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? പൈസ കിട്ടിയില്ലേ, അത് കൊണ്ടുപോയി കൊടുക്ക്, നീ ഇവിടെ നിന്ന് എന്നെ വെറുതെ തലയ്ക്ക് പ്രാന്ത് പിടിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് നയനയുടെ അടുത്ത് ആദർശ്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ട് മറ്റൊരു പത്തരമാറ്റിൽ എപ്പിസോഡും കൂടി തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ഒന്ന് പോകാനായിട്ട് മറക്കരുത്. അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.